എല്ലാവർക്കും നമ്മുടെ ലെറ്റ്സ് പ്ലസ് സീരീസിൻ്റെ പാർട്ട് 2ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ എപ്പിസോഡിൽ നമ്മൾ ഗോൾ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു മൈനിങ് ഏരിയ കാര്യങ്ങളൊക്കെ സെറ്റാക്കണം. മൈനിങ് ഏരിയ പറയുമ്പോൾ നോർമൽ മൈനിങ് പോലെയല്ല, അത് കുറച്ച് ഡിസൈനൊക്കെ ചെയ്ത് കുറച്ച് ലുക്കിലൊക്കെ സെറ്റാക്കി വെക്കാനാണ്. പിന്നെ ഈ 2 ഡയമണ്ട് എനിക്ക് ഞാൻ ട്രഷർ മാപ്പ് കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയതാണ്. ഓക്കെ, അത് എന്തൊക്കെയാണ് കിട്ടിയത്? ഓക്കെ, ഹേർട്ട് ഓഫ് ദ സീ. ഓക്കെ, നമുക്ക് പന്തും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ക്ലച്ച് ചെയ്യാനൊന്നും അറിയില്ല, എന്ത് ചെയ്യാം. അപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കുറച്ച് മരമൊക്കെ മുറിച്ചിട്ട് കുറച്ച് വുഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അയ്യോ, അതായത് ഏതിലായിരുന്നു? ഓക്കെ, കണ്ടോ, 4 സ്റ്റേക്കോളം ഉണ്ട് നമ്മുടെ കയ്യിലിപ്പോൾ. നമുക്ക് കുക്കയുടെ സ്ഥലമാണ്. ഓക്കെ, ഇപ്പം എന്തായാലും നമുക്ക് മൈനിങ് ഏരിയ സെറ്റാക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആവശ്യമുള്ളത് മൈനിങ് ഏരിയ മാത്രം ഉണ്ടാക്കിയാൽ പോരല്ലോ, മൈനിങ് ഏരിയ ഉണ്ടാക്കാനുള്ള സ്ഥലം കൂടി കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്ഥലം കണ്ടുപിടിക്കണം. എന്തായാലും നമ്മൾ ഈ ബേസിൻ്റെ അടുത്തായിട്ടായിരിക്കും കണ്ടുപിടിക്കണത്. പിന്നെ ബേസിൽ കുറച്ച് ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. 4 സൈഡിലും ലാൻഡേൺ വെച്ചു, പിന്നെ ചെറിയൊരു പാത്ത് വെച്ചു. പിന്നെ ഇത് കൊള്ളാമോ എന്ന് എനിക്കറിയില്ല, എന്താ ചെയ്യുക. ഒരു ചെറിയൊരു ഡിസൈൻ പോലെയാണ്. വീട് ഞാൻ പ്രത്യേകിച്ച് മാറ്റമൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ 2 ലാൻഡേൺ വെച്ചു, അത്രയേ ഉള്ളൂ. മഴ, ഞാനാണെങ്കിൽ ബെഡും കൊണ്ടുവന്ന് വെച്ചിട്ടില്ല. നമുക്കെന്തായാലും ബെഡും കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ കൊണ്ട് വെക്കണം. നമ്മളെ ബേസിലിപ്പോൾ എന്തായാലും അതന്നെ, ബേസിലിപ്പോൾ എന്തായാലും ബെഡും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഏതെങ്കിലും വില്ലേജസിൻ്റെ വീട്ടിൽ പോയിട്ട് നമുക്ക് ബെഡും കാര്യങ്ങളൊക്കെ തൂക്കി കൊണ്ടുപോകണം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സ്ലീപ്പ് ചെയ്യാൻ പറ്റത്തില്ലല്ലേ. ഓക്കെ, സ്ലീപ്പ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്ക് സീനൊന്നുമില്ല. ക്ലച്ച് ചെയ്യാൻ നോക്കിയിട്ട് എന്തൊക്കെയാണ് കയ്യിൽ വരുന്നത്, തേങ്ങ. അപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ബെറ്ററായിട്ട് നമ്മുടെ ഈ ഒരു ബേസിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ ആയിട്ട് കുറച്ച് സ്പേസ് അവിടെ എടുക്കുന്നുണ്ട്. അപ്പം ഉദ്ദേശിക്കുന്നത് അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ ബെറ്റർ? അങ്ങോട്ട് കുറച്ച് ഹൈറ്റ് കൂടുതലുള്ള, എങ്ങോട്ടെങ്കിലും കുറച്ച് ഹൈറ്റ് കൂടുതലുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ടാണ് ആയിരിക്കും വെക്കുക. അയ്യോ, എനിക്ക് തോന്നുന്നു ഈ സൈഡിലോട്ടാണ് കുറച്ച് ഇതെന്ന് തോന്നുന്നു. എന്തായാലും അതന്നെ ഈ സൈഡിലേക്കാണുള്ളത്. ഫസ്റ്റ് നമുക്ക് ഇതുണ്ടാക്കണം കേസ്. അയ്യോ, ഏതിലായിരുന്നു നമുക്ക് ഷവലുണ്ടാക്കണം. നമുക്ക് ഗോൾഡൻ ആയിട്ട് ഉണ്ടാക്കാം. ഒരു ഗോൾഡും ഒരു അയൺ വെച്ചിട്ടുണ്ടാക്കാം. നമുക്കെന്ത് സീൻ, ക്രാഫ്റ്റിംഗ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ക്രാഫ്റ്റിംഗ് ടേബിൾ നമുക്കിത് ഫുള്ള് പ്ലാങ്ക് ആക്കിയിട്ട്, എന്നിട്ട് കുറച്ച് നമുക്ക് സ്റ്റിക്ക് കുറച്ചധികം വേണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്റ്റിക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ എവിടെ വെക്കാൻ? ഓക്കെ, ഇതെടുത്ത് ഇങ്ങോട്ട് വെച്ചിട്ട് നമുക്ക് എന്തായാലും അയണ്ടും കൂടി ഉണ്ടാക്കിയേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സ്ഥലം ഒന്ന് എനിക്കൊന്ന് 3 ബ്ലോക്ക് അങ്ങാണ്ട് ഉള്ളിലേക്ക് കഴിയണതൊന്ന് കുറച്ചുകൂടി ഇങ്ങോട്ടാക്കിയിരുന്നെങ്കിൽ. ഓക്കെ, നമുക്ക് എന്തായാലും ഇങ്ങോട്ട് കുറച്ച് ഒരു നമ്മൾ കുഴിച്ച പോലെ ആവാൻ പാടില്ല. ഓട്ടോമാറ്റിക്കലി ജനറേറ്റായൊരു ഫീൽ നമുക്കിവിടെ വേണം. അല്ലേ, ഇത് നമ്മൾ ഫുള്ളിവിടെ പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഇതിവിടെ ഓട്ടോമാറ്റിക്കലി ജനറേറ്റായ പോലെ ഞാൻ ശ്രമിക്കുന്നു. അപ്പോൾ എന്തായാലും ഞാൻ അതൊന്ന് സെറ്റാക്കിയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ എന്തായാലും കേസ് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് രൂപത്തിൽ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ കണ്ടോ, ഇതാരാ? Who is this? അങ്ങോട്ടാരാ പോയപ്പോൾ? Who is this bro?
ായിട്ട് ഫൈറ്റ് ചെയ്യുന്നത് അത്ര ഒരു നല്ല ബുദ്ധിയല്ല അത്. എന്തായാലും ഇനി നമുക്കിത് 3x3 ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. 3x3 ആ 3x3 തന്നെയാണ്. എന്തായാലും ഞാൻ കുറച്ച് ബ്ലോക്ക് അങ്ങോട്ട് ഇതിൽ തന്നെ കുറച്ച് ബ്ലോക്ക് അങ്ങോട്ട് കുഴിക്കട്ടെ. അപ്പോൾ അതിൻ്റെ ടൈം ലാപ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പോവാം. ഇനി ഇത് ഡിസൈൻ ചെയ്യാം. എന്തായാലും ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഏകദേശം എത്ര ബ്ലോക്ക് വെച്ചിട്ടുണ്ടോ? 1 2 അത് ഞാൻ എൻ്റെ കണക്ക് തെറ്റിപ്പോകും. കാരണം അപ്പോൾ നമുക്ക് സ്പ്രൂസ് വുഡ് വേണമായിരുന്നു. പക്ഷെ നമ്മുടെ കയ്യിലിപ്പോൾ സ്പ്രൂസ് ഞാൻ അധികമൊന്നും നടന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആകെ റൈഡ് ചെയ്തതിപ്പോൾ ഇതാണെങ്കിലോ ഞാൻ സൂം ഇട്ടിരിക്കുന്നതുകൊണ്ട് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. എന്തായാലും ഫുഡ് നമുക്ക് ഇങ്ങോട്ട് വേണം. ഓക്കെ, നമുക്ക് എന്തായാലും കുറച്ച് ഈ വുഡ് വേണം. നമുക്ക് ഒരു സ്റ്റാക്ക് മതിയാക്കുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും കുറച്ച് സ്ലാബ് വേണം. സ്ലാബ് ഒരു സ്റ്റാക്ക് നമുക്ക് ഒരു സ്റ്റാക്ക് വേണ്ടി വരില്ല. എന്തായാലും കിടന്നോട്ടെ. ഓക്കെ, ഇനി നമുക്ക് ഫെൻസ് വേണം. ഫെൻസ് നമുക്കിപ്പോൾ ഫെൻസിൻ്റെ ആവശ്യം ഇപ്പോൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ വലിയ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ നമുക്ക് വലിയ ആവശ്യമൊന്നുമില്ല. നമുക്ക് എന്തായാലും ഇത് ചെറിയ രീതിയിലൊന്ന് ഡിസൈൻ ചെയ്തൊന്ന് കൊണ്ടുവരാം. ഓക്കെ, എനിക്കാണെങ്കിൽ ഞാൻ ഈ ചെയ്ത ഡിസൈൻ കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ ഈ ഉണ്ടാക്കിയ ഭാഗം കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഫസ്റ്റ് ഇതാണ് ഞാൻ ട്രൈ ആക്കിയത്. അപ്പോൾ ഇതെനിക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട്, കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു വീട് പോലെയാണ് വെച്ചാൽ ഞാനത് പൊളിച്ചിട്ട് കാണാം. ഓക്കെ, പ്ലീസ് ഞാനത് ഫുള്ള് പൊളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ടിത് ഇങ്ങനെ സ്ട്രിപ്പൊക്കെ ചെയ്യണം. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ടൈം ലാപ്സ് കണ്ടിടുക. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ഇത് ബിൽഡ് ചെയ്ത കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് എനിക്ക് വന്നത് ഇപ്പോൾ എൻ്റെ ഒരു ബിൽഡിങ് നോക്കുമ്പോൾ എൻ്റെ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു ഇതൊക്കെ നോക്കുമ്പോൾ എനിക്കിത് നല്ലൊരു ബിൽഡായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഇതൊക്കെ കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഐറ്റംസും കൂടി വേണം.
അപ്പോൾ കുറേ രണ്ട് സ്ലാബ് ട്രാപ്പ് ഡോറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ശരിക്കും ഇത് പറഞ്ഞാൽ നമ്മൾ സ്പ്രൂസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയ കുറച്ചുകൂടി ഭംഗിയെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നമുക്കിപ്പോൾ ഞാൻ അധികം ട്രാവലൊന്നും ചെയ്യാത്ത കാരണം നമുക്കിപ്പോൾ സ്പ്രൂസും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. നമുക്ക് പതിയെ ഏതെങ്കിലും എപ്പിസോഡിൽ ട്രാവലൊക്കെ ചെയ്തിട്ട് ഒപ്പിക്കാം. അപ്പോൾ ഇത് ഞാൻ പൊട്ടിച്ചു കളയുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. വെച്ചാൽ ഒരു ബോർ ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ബിൽഡ് ചെയ്തതുകൊണ്ട് ബോറും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ നിങ്ങൾക്കെല്ലാം ബിൽഡ് ചെയ്യാറുന്നുണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ബിൽഡ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗമൊക്കെ നിരത്തിയിട്ടുണ്ട്. മീൻസ് ഒരു വാട്ടർഫാൾ പോലെയാണ് ഞാൻ ആക്കാൻ ഉദ്ദേശിക്കണത്. ഓക്കെ, നമുക്ക് കുറച്ച് സ്റ്റേയേഴ്സ് ഉണ്ടാക്കിയിട്ട് നമുക്കവിടെ ജസ്റ്റ് ഒന്ന് ഈ വാട്ടർഫാൾ വെക്കുന്നിടത്ത് ചെറിയൊരു വാട്ടർഫാൾ ഓവറായിട്ട് ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് വെക്കും. ഈ സ്റ്റേയേഴ്സ് വെച്ചാൽ എനിക്ക് തോന്നണത് വെള്ളത്തിന് പ്രിവെൻറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ അങ്ങനെ വെച്ച് നോക്കിയിട്ട് സംഭവം വർക്കാവുന്നില്ലായിരുന്നു. അപ്പോൾ ആ കാരണം കൊണ്ട് ഞാൻ ഇതെന്താണത് നമുക്ക് പിന്നെ ഞാൻ സൂമിങ്ങിൻ്റെ ഇട്ടത് കൊണ്ട് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്നീക്ക് ചെയ്തിട്ട് ജമ്പ് ചെയ്താൽ ഓട്ടോമാറ്റിക് സൂം ആകും. കണ്ടോ സൂം ആവുന്നുണ്ടോ? ഇതാണ് സീൻ. ഈ ഒരു പ്രശ്നമാണ്. പക്ഷെ ഇത് ഉപകാരമുള്ള സംഭവം കേട്ടോ. കാരണം ഈ ജാവേത്ത പോലെയൊക്കെ സി അമർത്തിയാൽ സൂം ആകും. ഓക്കെ, പക്ഷേ നമുക്കിതാകില്ല. അപ്പം നമ്മൾ അവൻ്റെ മെയിൻ ചെയ്ത് നമ്മളിവിടെ നോക്കാൻ തന്നിട്ട് ഓക്കെ വെള്ളത്തേക്കാണ് ചാടിയ നോസി. അപ്പോൾ എന്താ ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ ഇങ്ങനെയാണ്. നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡ് ആകുമ്പോഴത്തേന് കുറച്ചും കൂടിയൊക്കെ ഭംഗിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അപ്പോൾ ഈ എപ്പിസോഡിൽ എന്നെക്കൊണ്ട് ഇത്രേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്. ഓക്കെ, ബൈ. പോയോ എന്നാ ബൈ.